ശരിക്കും താങ്കളുടെ അഭിപ്രായത്തിൽ ഇതൊരു ജനാധിപത്യ നാടെന്നാണോ ജനങ്ങളുടെ മേലുള്ള ആധിപത്യമുള്ളതാണെന്നാണോ തോന്നുന്നത്? എന്നൊരു കാര്യം ചെയ്യും, ഇങ്ങോട്ട് വന്നിട്ട് മോന് പറയാനുള്ളത് എന്റെ വായിലേക്ക് കുത്തിയിട്ട് എന്റെ ഉത്തരം നേരത്തെ ഗസ് ചെയ്ത് പറയേണ്ട കാര്യമില്ല. ചോദ്യങ്ങൾ ചോദിക്കാം. അല്ല, എന്റെ ഉത്തരം ഇതാണോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. അധികാരത്തിന്റെ പുറത്ത് എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് നമുക്ക് ചുറ്റും അറിയാം. കാരണം പല ഇൻസിഡൻസ് നടക്കുമ്പോൾ ആദ്യം ഒന്ന് വെളി വരുമെങ്കിൽ പിന്നെ അതിന്റെ പുറത്ത് പല കാര്യങ്ങളും വന്നിട്ട് അത് മറയപ്പെടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അവിടെ എന്താണ് നടന്നതെന്നോ പിന്നെ എന്താണ് അവരുടെ ജീവിതമെന്നോ പലപ്പോഴും അറിയാറില്ല. അപ്പം ജനാധിപത്യം എന്ന് പറയുമെങ്കിലും പക്ഷെ ജനങ്ങളുടെ മേലുള്ള ആധിപത്യം വേണ്ട പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ സ്റ്റേറ്റ്മെന്റുകൾ പറയാം. ഇതല്ലേ ടോവിനോട് അഭിപ്രായം എന്ന് പറഞ്ഞിട്ട് ചോദിക്കരുത്. മനസ്സിലായോ? നിങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വിളിച്ച് പറയാം. എന്റെ അഭിപ്രായങ്ങൾ ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ലേ. അപ്പൊ ഇതല്ലേ ടോവിനോട് അഭിപ്രായം എന്ന് പറഞ്ഞാൽ ടോവിനോയ്ക്ക് പറയാതിരിക്കാൻ പറ്റൂ? അങ്ങനെയൊക്കെ ചോദിക്കണം ഭയങ്കര മോശമാണ്. ഇപ്പോൾ നേരത്തെ നമുക്ക് മുൻപേ യാത്ര ചെയ്ത സിനിമകളിൽ പോലും ഒരു ഇൻസിഡന്റിനെ തന്നെ അല്ല പോർട്രേറ്റ് ചെയ്യാറ്. പല ആ എഴുത്തുകാരൻ്റെ, ആ സംവിധായകൻ്റെ, അയാളുടെ കാഴ്ച നേരത്തെ പറഞ്ഞതുപോലെ അയാൾക്കുള്ളിലുള്ള രാഷ്ട്രീയ ബോധ്യങ്ങളും സാമൂഹിക ബോധ്യങ്ങളും ചിലപ്പോൾ അടയാളപ്പെടുത്താറുണ്ട്. ഇപ്പോൾ നിരവധി സിനിമകൾ തന്നെ എടുത്തു നോക്കിയാൽ നമുക്ക് എക്സാമ്പിൾ അത് കുറേ നീണ്ട നേരെയുണ്ട്, പറയാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾ ഈ പെർട്ടിക്കുലർ ഇൻസിഡന്റ് പറഞ്ഞു, അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് അടയാളപ്പെടുത്തൽ തന്നെയാണ്. അത് ഏത് തരത്തിലാണെന്ന് വെച്ചാൽ പോലീസ് ഹൈറാർക്കിയിൽ നമ്മൾ കാണുന്ന അത് മാത്രമായിരിക്കണമെന്നില്ല, മറ്റു ചില വിഷ്വൽ കൂടി ചിലപ്പോൾ ഉൾപ്പെടുത്തേണ്ടി വരും. അതുപോലെ തന്നെ മറ്റ് റീഡിങ്ങുകൾ കൂടി സിനിമയിലുണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞത് തുടക്കത്തിൽ അതാണ് പറഞ്ഞത്, ഈ സിനിമ നിങ്ങൾക്ക് പൂർണ്ണമായും എൻജോയ് ചെയ്യാൻ പറ്റുന്ന സംഘർഷങ്ങളുള്ള, കോൺഫ്ലിക്റ്റുകളുള്ള, ഇമോഷണൽ കണക്ഷനുള്ള കൃത്യമായി നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ള സിനിമയാണ്. ആ കോൺഫിഡൻസിലാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്, നിങ്ങളെ പ്രസ് മീറ്റിൽ എന്നുള്ള ആൾക്ക് വന്നിരിക്കുന്നത്. പിന്നെ എന്നെ സംബന്ധിച്ചിട്ട് ആസ് എ ഫിലിം മേക്കർ, ഞാൻ ഇഷ്ക് എന്നുള്ള സിനിമ കഴിഞ്ഞിട്ട് ഞാൻ 6 വർഷത്തിന് ശേഷം ചെയ്ത സിനിമയാണ്. ടൊവി എൻ്റെ സുഹൃത്താണ്. എന്നെ സംബന്ധിച്ച് ടൊവി പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജ് കഴിഞ്ഞ് പ്രിവ്യൂ കഴിഞ്ഞിട്ട് നമ്മൾ വന്നിരിക്കുന്നത്. ടൊവിയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഈ സിനിമയിൽ. അതെനിക്ക് അഹങ്കാരത്തോടു കൂടി തന്നെ പറയാൻ പറ്റും. എന്നെ വിസ്മയിപ്പിച്ച ചില മുഹൂർത്തങ്ങൾ, എന്നെ കരയിപ്പിച്ച, എന്നെ ഇമോഷണലി ടച്ച് ചെയ്ത ഒരുപാട് മുഹൂർത്തങ്ങൾ ഈ സിനിമയിലുണ്ട്. ടൊവിയുടെ കരിയറിൽ തന്നെ അടയാളപ്പെടുത്താൻ പറ്റുന്ന ഒരു സിനിമയായി ഇത് മാറും എന്നത് പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഞാൻ പറയുകയാണ്. ഇപ്പം പിന്നെ അതിനകത്ത് എന്താ വെച്ചാൽ സത്യമായിട്ടും ഇത് അങ്ങനെയുള്ള കുറെ റിയൽ ഇൻസിഡൻസിനെ സിനിമയാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള സിനിമയല്ല ഇത്. ഈ സിനിമയ്ക്ക് കഥയും കഥാപാത്രമാണ് ആദ്യം ഉണ്ടായത്. പിന്നെയാണ് അതിന്റെ കഥ രൂപപ്പെട്ട് വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള പല റിയൽ ലൈഫ് ഇൻസിഡൻസിൽ നിന്നും ഇൻസ്പിറേഷൻസ് ഉൾക്കൊണ്ട് നമ്മൾ അത് ഈ കഥയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഇത് പറയുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ട് എടുത്ത അങ്ങനത്തെ ഒരു സിനിമയല്ല. ഇപ്പോൾ നാളെ നമുക്കൊരു പോലീസ് ക്യാമ്പിലൊരു പ്രോഗ്രാം ഉണ്ട്. ഇത് രാഷ്ട്രീയക്കാരും പോലീസ് ഉദ്യോഗസ്ഥരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഇതല്ലാതെ കൂലിപ്പണിക്കാരും ഒക്കെ വില്ലന്മാരും നായകന്മാരും സഹകഥാപാത്രങ്ങളുമായിട്ടുള്ള എത്രയോ സിനിമകൾ നമ്മൾ കണ്ടിരിക്കുന്നു. അപ്പൊ അതിനെ നമ്മള് ഇത് ഇന്ന ആളാണ് എന്ന് പറഞ്ഞ് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യുമ്പോഴാണ് അതിനകത്തൊരു ന്യായമില്ലായ്മ അല്ലെങ്കിൽ ഒരു നീതിയില്ലായ്മ സംഭവിക്കുന്നത്. പക്ഷെ നമ്മളിത് പറയുന്നത് ഏതോ ഒരു ഫിക്ഷണൽ ഒരു പോലീസുകാരൻ, അതിനിപ്പോ പോലീസുകാരിലാണെങ്കിലും സിനിമയിലുള്ളവരിലാണെങ്കിലും അതല്ലെങ്കിൽ നാട്ടിലുള്ള മറ്റു ജോലികൾ ചെയ്യുന്ന ആൾക്കാരിലാണെങ്കിലും ഇവരിലൊക്കെയും നല്ലതും ചീത്തയുമായിട്ടുള്ള ആൾക്കാരുണ്ടാകാം. അത് ഏതെങ്കിലും ഒരു ജോലി ചെയ്യുന്ന എല്ലാവരും നല്ലവർ, ഏതെങ്കിലും ഒരു ജോലി ചെയ്യുന്ന എല്ലാവരും മോശപ്പെട്ടവരെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ജോലിയല്ല ഇതിന്റെ അടിസ്ഥാനം. ഇവര് സമൂഹത്തിൽ പെരുമാറുന്നതും ഇവരുടെ ഒരു സമൂഹത്തിനെ പറ്റിയിട്ടും രാഷ്ട്രീയത്തിനെ പറ്റിയിട്ടുള്ള ഒരു ബോധ്യം, ഇതൊക്കെയാണ് ഇവര് സഹജീവികളോടുള്ള ഇവരുടെ സ്നേഹം, അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ മറ്റുള്ളവരെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു, ഇതെല്ലാം വെച്ചിട്ടാണ് ഒരു മനുഷ്യൻ നല്ല മനുഷ്യനാണോ ചീത്ത മനുഷ്യനാണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുകയും അതുപോലും ആപേക്ഷികമായിരിക്കും. ഇപ്പോൾ എനിക്ക് നല്ല ആളെന്ന് തോന്നുന്ന ഒരാൾ ചിലപ്പോൾ സുമേഷിന് ഒരു മോശം ആളായിട്ട് തോന്നുമായിരിക്കാം. കാര്യം ഇയാൾ എന്നോട് പെരുമാറുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരിക്കും അയാൾ സുമേഷിനോട് പെരുമാറുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം വ്യക്തികളെക്കാളും അവരുടെ സാഹചര്യങ്ങളാണ് ഒരാളെ നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരു മൊമെന്റിലുണ്ടാവുന്ന അവരുടെ ഒരു റിയാക്ഷൻ ആയിരിക്കാം ചിലപ്പോൾ അത് മറ്റുള്ളവർക്ക് അത് നല്ലതായിട്ട് ചീത്തയായിട്ടൊക്കെ തോന്നാവുന്നത്. അത് കാരണം കൊണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ആൾക്കാരെ, ഏതെങ്കിലും ജോലി ചെയ്യുന്ന ഒരാൾക്കാരെ പുകഴ്ത്തുക ഇകഴ്ത്തുക എന്നുള്ളൊരു ഉദ്ദേശം ഈ സിനിമയ്ക്ക് തീർച്ചയായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ സിനിമ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടാവേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഇതിന്റെ ഒരു ഇതിവൃത്തം അറിയാൻ വേണ്ടിയിട്ട് ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയുമ്പോൾ ഹിറ്റ്ലറെ കുറിച്ച് ഒരു സിനിമ ചെയ്യാൻ നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഹിറ്റ്ലർ നല്ലവനാണോ മോശമാണോ എന്ന് തീരുമാനിക്കേണ്ടത് ആ ചെയ്യുന്ന ആളുടെ മാനസിക വ്യാപാരത്തിനനുസരിച്ചും അയാളുടെ ബോധ്യങ്ങൾക്കനുസരിച്ചുമായിരിക്കും. അപ്പം നമ്മൾ ഒരാളെയും വെറുപ്പിക്കാതെ ഒരു സിനിമ ചെയ്യണമെന്ന് വിചാരിക്കാം. രാവിലെ ആ സിനിമയിൽ നമുക്ക് കാണിക്കാൻ പറ്റുന്നത് സൂര്യൻ ഉദിക്കുക, പൂ വിരിയുക,
ഇതേ കാണിക്കാൻ പറ്റുള്ളൂ. രാഷ്ട്രീയ ബോധ്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ചില സാധനങ്ങൾ ഞാൻ പറഞ്ഞതാണ്, നമ്മൾക്കുള്ളിലേക്ക് പത്രങ്ങളിലൂടെയും നമ്മുടെ ഒബ്സർവേഷനിലും നമുക്കുള്ളിൽ കിട്ടുന്ന ചില ഇൻഫർമേഷൻസ് ഉണ്ട്. അത് വെച്ചിട്ടായിരിക്കും ഒരു തിരക്കഥ ചിലപ്പോൾ തിരക്കഥാർത്ഥത്തിൽ രൂപപ്പെട്ടിട്ടുണ്ടാവുക. അതിലൊരു സംവിധായകൻ ഐക്യപ്പെടുന്നു ആ തിരക്കഥയോട്. അപ്പോൾ അയാൾക്ക് ഉള്ളിലുള്ള ചില കാര്യങ്ങളും കൂടെ അതിനോട് ഐക്യപ്പെടേണ്ടി വരും. അങ്ങനെ രണ്ടുപേരുടെ കൂട്ടായ ഐക്യപ്പെടലിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ടോവിയെ പോലത്തെ ആർട്ടിസ്റ്റ് വരുന്നത്. നമ്മൾ ടീമായിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പം വർഗീസ് പീറ്റർ എന്നുള്ളൊരു കഥാപാത്രത്തിൻ്റെ കുട്ടനാട്ടിൽ നിന്ന് വയനാട്ടിലേക്കുള്ള യാത്രയാണ് ആ സിനിമ. ആ സിനിമയ്ക്കകത്ത് ഉള്ള ലേയേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് നിങ്ങൾ എൻ്റർടൈൻ ചെയ്യുന്ന ലേയേഴ്സ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഡിസ്കഷൻ പോലെ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ആ പോസിറ്റിവിറ്റിയാണ് ഞാനിപ്പോൾ ഉള്ളിലേക്ക് എടുക്കുന്നത്. പിന്നെ സിനിമ ചെയ്യുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും സിനിമയാണ്, ഇത് ആർട്ടാണ്. അപ്പോൾ അതിൽ നമ്മൾ സംവദിക്കേണ്ടതും കലഹിക്കേണ്ടതും യുദ്ധം ചെയ്യേണ്ടതായ ചില വിഷയങ്ങളുണ്ടാവും. ആത്യന്തികമായി കല കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടണം എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് ഇത് 23-ാം തീയതി നിങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് പൂർണ്ണ വിശ്വാസമുണ്ട്. ഇവിടെ ഇപ്പം സുമേഷ്, അതായത് ഒരു സിനിമ കൊണ്ടോ കല കൊണ്ടോ ഒരു സമൂഹത്തിൽ പൂർണ്ണമായ രീതിയിൽ നീതി നടപ്പാക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെ നീതി നടപ്പാക്കുന്നതിനെ പറ്റി പോസിറ്റീവായിട്ട് ആലോചിക്കാൻ ഈ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ പ്രേരിപ്പിക്കാം, അവരെ ഇൻസ്പയർ ചെയ്യാം. അത്രമാത്രമേ ഒരു കലയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ എന്താ പറയുക, നരിവേട്ട ആ രീതിയിലുള്ള ചിന്ത ഉണ്ടാക്കും എന്നുള്ളൊരു ശുഭപ്രതീക്ഷ നമുക്കുണ്ട്. ചർച്ചയ്ക്കിംഗ് ആണ് ആക്ച്വലി സിനിമ ചെയ്യേണ്ടത്. ഒരു മനുഷ്യനെ ആഴത്തിൽ ചിന്തിപ്പിക്കാൻ പറ്റുന്ന ഒരു എലമെൻറ്റും കൂടെ അതിൽ ഉണ്ടാവുക എന്തുകൂടിയാണ് സിനിമ കൊണ്ട് അല്ലെങ്കിൽ ഏത് ആർട്ട് ഫോമാറ്റും കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചിലതെങ്കിലും. അപ്പോൾ ഈ സിനിമ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. എവിടെയാണ് അടിച്ചമർത്തപ്പെട്ട ആൾക്കാർ ഇപ്പോഴുള്ളത്, അവരുടെ നീതി എവിടെ പോയി, അവരെക്കുറിച്ച് എന്താണ് ഇപ്പോൾ ചർച്ച ചെയ്യാത്തത്, അവർക്ക് പൂർണ്ണമായി നീതി കിട്ടുന്നുണ്ടോ, അവരുടെ ജീവിത ശൈലി എങ്ങനെയാണ്. ഇപ്പോൾ ആർല ഫാമിൻ്റെ കാര്യം ഞാൻ പറയാമല്ലോ. ആർല ഫാം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ്. ആദിവാസി സെറ്റിൽമെൻറ്റ് ഫാമാണത്. അബിൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്. 16 പേരെ കൊന്ന ഒരു ആന അതിൻ്റെ അകത്തുണ്ട്. കഴിഞ്ഞ 4 മാസം മുൻപ് ഒരു ദമ്പതികളെ ആന ചവിട്ടിക്കൊന്നു. അത് ഇവിടെ എത്ര മാധ്യമങ്ങളിൽ നോട്ട് ചെയ്യപ്പെട്ടൊരു വാർത്തയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം എവിടെയാണ് ചില സമൂഹങ്ങളെ നമ്മൾ മാർക്ക് ചെയ്യപ്പെടുന്നത്? ചില സമൂഹങ്ങൾ മുന്നോട്ട് വരുന്നുണ്ടോ? മുന്നോട്ട് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവരെ നമ്മളെപ്പോലെ ആക്കുവാണോ? നമ്മളെപ്പോലെ വസ്ത്രം, നമ്മളെപ്പോലെ പാർപ്പിടം, നമ്മളെപ്പോലുള്ള ആഹാര രീതികൾ അതാണോ? അല്ലെങ്കിൽ തനതായി അവരെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് അവർക്കുള്ള ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യുകയാണോ വേണ്ടത്? ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടത് എവിടെയാണ്? ഇത് ചൂണ്ടിക്കാണിക്കാനേ ആർട്ടിന് പറ്റുള്ളൂ. ഇത് തീരുമാനം എടുക്കേണ്ടതും അതിൽ നീതി നടപ്പാക്കേണ്ടതും അതാത് സംവിധാനങ്ങളാണ്. അതാണ് സിനിമയുടെ 2 ഭരണകൂടമാണല്ലോ എന്നുള്ളത്. സിനിമകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സിനിമയിൽ പറയുന്ന കാര്യങ്ങൾ കാണുകയും മനസ്സിലാക്കുകയും അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ്. കാര്യം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് ഈ പറയുന്ന ഗവൺമെൻറ്റിനെ ഉണ്ടാക്കുന്നതും എല്ലാത്തിൻ്റെയും അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള പവർ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ കയ്യിലാണുള്ളത്. അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് സംഭവിക്കുന്നത് എനിക്ക് സംഭവിക്കുന്നത് വരെയും അതിനെ ബാധിക്കാത്ത കാര്യമാണ്. മറ്റൊരാൾക്ക് എതിരെ ഒരു അതിക്രമം, ഒരു അടിച്ചമർത്തൽ ഒക്കെ നടക്കുന്ന സമയത്ത് അത് എന്നിലേക്ക് എത്തുന്നത് വരെ മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് അത് വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ ആ കൺവീനിയൻസിനേക്കാൾ സാമൂഹ്യ ജീവികളായിട്ടുള്ള നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളുടെ അതേ എന്താ പറയുക അവകാശങ്ങളുള്ള ആളുകൾ അവർക്ക് വേണ്ട രീതിയിൽ ജീവിക്കാനുള്ള സൗകര്യങ്ങളില്ലാതെ ജീവിക്കുന്ന സമയത്ത് നമുക്ക് സൗകര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലും നമ്മളുടെ ഭാഗത്തുനിന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിക്കാനും അവർക്ക് വേണ്ടി നേരിട്ട് അവിടെ എത്തി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുള്ള സാഹചര്യമില്ലെങ്കിൽ പോലും അവർക്ക് വേണ്ടി സംസാരിക്കാനോ അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കാനോ എങ്കിലും നമുക്ക് എല്ലാവർക്കും സാധിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കാൻ ഈ സിനിമ പ്രേരിപ്പിക്കുമായിരിക്കും. അങ്ങനെ ഒരു വലിയ സമൂഹം അവരുടെ ഒരു കളക്റ്റീവ് കോൺഷ്യസ്നെസ്സിൽ അവരങ്ങനെ ചിന്തിച്ചാൽ ഇവിടെ വലിയ മാറ്റങ്ങളുണ്ടാവും. നമ്മൾ സഹജീവികളെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും അവരെന്താണോ അങ്ങനെയുള്ള രീതിയിൽ അവരെ ബഹുമാനിക്കാനും അവരെ മറ്റുള്ളവരെല്ലാവരെയും നമ്മളെപ്പോലെ ആക്കാൻ ശ്രമിക്കാതെ അവരെന്താണോ അവരവരുടെ ദി ബെസ്റ്റ് അവർക്ക് ആവശ്യമുള്ളതും അവരർഹിക്കുന്നതും അവർക്ക് ആവശ്യമുള്ളതുമായിട്ടുള്ള നമ്മളുടെ ആവശ്യങ്ങൾ അവരിലേക്ക് അടിച്ചേൽപ്പിക്കാതെ അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും അതിനു വേണ്ടി പ്രവർത്തിക്കാനും നിലകൊള്ളാനും ഒക്കെയും അവകാശമുള്ള കടമയുള്ള ഒരു ജനസമൂഹമാണ് നമ്മളെല്ലാവരും. അപ്പോൾ ആ സമൂഹത്തിന് ഇത് വിസ്മരിക്കപ്പെട്ടു പോയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനും അതോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ചിന്തിക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം എന്നൊരു ചൂണ്ടുപലക വെച്ചു കൊടുക്കാനും ഒക്കെയാണ് നമ്മൾ ഈ സിനിമ കൊണ്ട് നമ്മൾ ശ്രമിക്കുന്നത്. 2018 നമ്മൾ അതും ഈ പറഞ്ഞ പോലെ
ദാ വരുന്നു ദാ വരുന്നു ദാ വരുന്നു എന്ന് പറഞ്ഞിട്ട് ബിൽഡപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കാണുമ്പോൾ ഇതാണോ എന്ന് തോന്നിയേക്കാം. അതുകൊണ്ട് ഞാൻ എൻ്റെ പെർഫോമൻസിനെ ഞാൻ തന്നെ അങ്ങനെ വിലയിരുത്താറില്ല. അങ്ങനെ വിലയിരുത്തുന്നതിൽ കാര്യമില്ല. അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് എൻ്റെ വാലിഡേഷൻ, ഞാൻ ആഗ്രഹിക്കുന്ന വാലിഡേഷൻ എന്ന് പറയുന്നത് എൻ്റെ സംവിധായകനാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ഓഡിയൻസ്. ആ സംവിധായകനും എഴുത്തുകാരനുമാണ് ഈ കഥാപാത്രത്തിനെ സൃഷ്ടിച്ചത്. അപ്പോൾ അവർ ഇതിൽ സംതൃപ്തരാണോ, അവരാഗ്രഹിച്ച പോലെ, അവരാഗ്രഹിച്ചതിനേക്കാൾ ഒരു പടിയെങ്കിലും മുകളിൽ ഇവർക്ക് എൻ്റെ പെർഫോമൻസ് കൊടുക്കാൻ പറ്റുമോ എന്നായിരിക്കും ഞാൻ ഓരോ സീൻ ചെയ്യുന്നതിന് മുമ്പ് ചിന്തിക്കുക. അപ്പോൾ ഈ സിനിമ ചെയ്യുന്ന സമയത്ത് ഇത് എൻ്റെ ക്യാരക്ടറും നല്ല ഒരു ക്യാരക്ടർ ആർക്കുള്ള പലതരം ഇമോഷൻസ് പോർട്രേ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. നമ്മൾ തുടക്കം മുതൽ അവസാനം വരെ ആ ക്യാരക്ടറിൻ്റെ ഒരു ഇമോഷണൽ ഗ്രാഫും നമ്മൾ അങ്ങനെ തന്നെയാണ് ചിന്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കഥ വായിച്ച സമയം മുതൽ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു ഈ സിനിമേനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. മറ്റു സിനിമകൾ ചെയ്ത് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്തിട്ടുള്ളൊരു സമയം വരെയും ഈ സിനിമയെ പറ്റി ഞാൻ ചിന്തിക്കാതിരുന്നിട്ടില്ല, സംസാരിക്കാതിരുന്നിട്ടില്ല. അതുവരെയും എപ്പോഴൊക്കെ ഞാനും അനുരാജും സംസാരിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ നമ്മൾ ആ സീനിൽ, ഈ സീനിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം, ആ സീനിൽ നമുക്ക് അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് മുതലേ വർഷങ്ങളായിട്ട് നമ്മൾ ഇതിൻ്റെ ഡിസ്കഷൻസിലൊക്കെ ഇതിൻ്റെ ചർച്ചകൾ നടക്കുന്നുണ്ട് എല്ലാ ദിവസവും. അപ്പോൾ ആ സമയത്ത് വയനാടായിരുന്നു ഷൂട്ട്. ഞാൻ എല്ലാത്തിനും ഡിറ്റാച്ച്ഡ് ആയിട്ട് ഷൂട്ട്, പിന്നെ എൻ്റെ അവിടുത്തെ വയനാട്ടിലുള്ള ചെറിയ മലകയറ്റവും അവിടുത്തെ സുഹൃത്തുക്കളുമായിട്ടുള്ള സമയം സ്പെൻഡ് ചെയ്യുന്നതും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നുണ്ടായിരുന്നു. ഞാൻ വീട്ടിലേക്ക് തന്നെ അതിൻ്റെ ഇടയ്ക്ക് വന്നിരിക്കുന്നത് വളരെ ചുരുക്കമാണ് ഈ വയനാട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ നല്ല ഏകാഗ്രതയും ഒക്കെ ആയിരിക്കും. സമയത്തിന് ഉറങ്ങുന്നു, സമയത്തിന് എഴുന്നേൽക്കുന്നു, മറ്റൊരു കാര്യങ്ങളിലേക്കും നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവുന്നില്ല. നമ്മൾ ഇതിലേക്ക് മാത്രമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതും ഈ കഥാപാത്രത്തിൻ്റെ ഷൂസിൽ നിന്ന് ചിന്തിക്കേണ്ടി വരും. നമ്മൾ ഇത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്യുന്ന സമയത്ത്. അപ്പം നമ്മൾ ഒരു ടൊവിനോ തോമസ് ആയിട്ട് നിന്നിട്ട് ഞാൻ ചിന്തിച്ചാൽ എനിക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ ആ കഥാപാത്രത്തിൻ്റെ സാഹചര്യത്തിൽ നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഓരോ സിറ്റുവേഷൻസും ഓരോ സാഹചര്യങ്ങൾ വരുമ്പോഴാണ് നമ്മളുടെ ചിന്തകളിൽ തന്നെ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ചെറുപ്പം മുതൽ നമ്മൾ വളർന്നു വരുമ്പോൾ ഒക്കെയും. അപ്പോൾ ഇതിൽ അതുപോലെ എന്നിട്ട് അത് നമ്മൾ സ്ക്രീനിൽ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ ശരിക്കും കരയുമ്പോഴും സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് കരയുമ്പോഴും ഒരേ മസിൽസ് തന്നെയാണ് ചലിപ്പിക്കപ്പെടുന്നത്. ഒരേ ടിയർ ഗ്ലാൻഡിൽ നിന്ന് തന്നെയാണ് ഈ കണ്ണീര് വരുന്നത്. നമ്മൾ ഗ്ലിസറിൻ ഇടാതെയും നമുക്ക് കരയാൻ പറ്റും. നമ്മുടെ ഈ സിറ്റുവേഷൻസ്, സിനിമയിലെ സിറ്റുവേഷൻസ് ഭയങ്കര ആത്മാർത്ഥമാണെങ്കിൽ നമ്മൾ സിനിമ കണ്ട് കരയുന്ന ആൾക്കാരല്ലേ. ഞാൻ പുസ്തകം വായിച്ചിട്ട് അതിനകത്തൊരു ഇമോഷണൽ സീക്വൻസ് വന്നാലും എൻ്റെ കണ്ണൊക്കെ നിറയുന്ന ആളാണ്. അപ്പം അത് ഞാൻ അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കുറച്ചും കൂടെ കൂടുതൽ എൻ്റെ ഉള്ളിലേക്ക് കയറുമല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുള്ള സമയങ്ങളുണ്ട്. എനിക്ക് ഭയങ്കര അത് സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് അതേപോലെ തന്നെ അത് ഫീൽ ചെയ്യുമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് പേഴ്സണലി ഒരു സീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഇച്ചിരി ലോങ് ടേക്ക് ആയിരുന്നു. സിനിമയിൽ വരുമ്പോൾ അത് എഡിറ്റ് ചെയ്തിട്ട് കട്ടായിട്ടായിരിക്കും അതിനിടയ്ക്ക് വേറെ ഷോട്ടുകളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളൊരു മാസ്റ്റർ ഷോട്ട് പോലെ നമ്മളൊരു ദിവസം രാവിലെ വന്ന് പ്രിപ്പയർ ആയിട്ട് അന്ന് ഞാനും ആ മൂഡിലായിരുന്നു. മൊത്തം ക്രൂവും കുറച്ച് സൈലന്റ് ആയിരുന്നു. ഒന്ന് എടുക്കാൻ പോകുന്ന സീൻ ഇതാണെന്ന് അറിയാവുന്ന കാരണം കൊണ്ട് അങ്ങനെ വന്ന് നമ്മൾ ഈ സീൻ പെർഫോം ചെയ്ത് ത്രൂ ഔട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ അനുരാജ് സാധാരണ കട്ട് എന്ന് പറഞ്ഞിട്ട് തന്നെ കട്ട്. അപ്പൊ ഈ കട്ട് കണ്ടപ്പോൾ നമുക്ക് അനുരാജിന്റെ ശബ്ദമിടറി എന്ന് പറയുന്ന സമയത്ത് എനിക്കത് അവിടെ സ്പോട്ടിൽ വെച്ചിട്ട് PWD എനിക്ക് അവാർഡ് തന്നു. നീ ഹനുമാനല്ല സുലൈമാനല്ല ഹനുമാനാണെന്ന് പറയുന്ന പോലത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഉണ്ടായത്. അതാണ് നമ്മളിത് സിനിമ ഇറങ്ങിയതിനു ശേഷം വരുന്ന റെസ്പോൺസുകളേക്കാൾ ഓൺ ദ സ്പോട്ടിൽ വരുന്ന പെർഫോമൻസ് ചില സമയത്ത് അങ്ങനത്തെ കയ്യടികളൊക്കെ കിട്ടുമ്പോൾ അതാണ് ആസ് എൻ ആക്ടർ നമുക്ക് ഏറ്റവും എടുക്കാൻ പറ്റുന്ന ഒരു കാര്യം. അനുരാജിന്റെ സുഹൃത്താണ്, അനുരാജ് ആ സിനിമയുടെ സംവിധായകനാണ്. അതുകൊണ്ട് ചിലപ്പോൾ അനുരാജിന് കുറച്ചും കൂടി ഇമോഷണലി ഇതിൽ ഇൻവെസ്റ്റഡ് ആയതുകൊണ്ടായിരിക്കാം ആ സമയത്ത് എൻ്റെ പെർഫോമൻസ് കൊണ്ടിട്ട് കരച്ചിൽ വന്നത്. അതുപോലെ തന്നെ പ്രേക്ഷകർക്കും ഉണ്ടാവണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. പക്ഷെ എനിക്ക് പേഴ്സണലി അത് ഭയങ്കര ഊർജ്ജമായിരുന്നു. അത് തന്നെയാണല്ലോ ഒരു അപ്രിസിയേഷനാണ് ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ഫ്യൂവൽ എന്ന് പറയുന്നത്, മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നത്. അത് അങ്ങനെയുള്ള കുറേ എക്സ്പീരിയൻസസ് ഈ സിനിമയിലുണ്ടായിരുന്നു. ഓരോ സീനുകളും ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് തന്നെ പ്രിപ്പയർഡ് ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് അതിനുള്ള എന്താ പറയുക, ഞാനങ്ങനെ വീട്ടിൽ നിന്ന് എഴുതിക്കൊണ്ട് വന്നിട്ട് പ്രിപ്പയർ ചെയ്യുന്നു അങ്ങനെയല്ലല്ലോ. ഇവരെനിക്ക് അതിനുള്ള അത്രയും ഇൻപുട്സ് തന്നിട്ടുണ്ടായിരുന്നു. ഇവർ തന്ന ആ സ്ക്രിപ്റ്റിൽ ആ ടെക്സ്റ്റിലുണ്ടായിരുന്നു ഏതൊക്കെ രീതിയിൽ ചെയ്യാം എന്നുള്ളത്. അതിനുശേഷം ഞങ്ങളുടെ ഡിസ്കഷൻസിൽ ഞങ്ങൾ ഈ ക്യാരക്ടറെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ട് ഞാൻ ഈ ക്യാരക്ടർ അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഇങ്ങനെയായിരിക്കും പെരുമാറുന്നതെന്ന് മനസ്സിൽ ചെറിയൊരു ധാരണ ഉണ്ടാവും. പിന്നെ അവിടെ ചെന്ന് നിന്നിട്ട് എല്ലാവരും നമ്മളൊരു ടീമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് മറ്റേ പല ഇൻഹിബിഷൻസും മറന്ന് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. അതൊക്കെ ഈ സിനിമയിൽ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു.
അനുരാഗ് ഇപ്പം എന്നും അങ്ങനെയൊക്കെ തന്നെയല്ലായിരുന്നോ? പിന്നെ നമ്മള് നമുക്ക് ചെയ്യാനുള്ള സിനിമകൾ, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ സിനിമകൾ ചെയ്യുക എന്നുള്ളതല്ലാതെ ഇങ്ങനെ വരും വരായികളെ കുറിച്ച് നമ്മൾ അമിതമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാലും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച, ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതായിപ്പോ. അപ്പൊ ഞാനിങ്ങനെ അങ്ങനെ അധികം ഓവർ തിങ്ക് ചെയ്യാറില്ല. സിനിമയിൽ വരുമ്പോ ഞാൻ സിനിമയിൽ വന്നിട്ട് രക്ഷപ്പെട്ടില്ലെങ്കിലോ എന്ന് ഞാൻ എല്ലാ ദിവസവും ആലോചിച്ചുകൊണ്ടിരുന്നാൽ ഞാൻ ഒരിക്കലും രക്ഷപ്പെടില്ല. കലാകാരന് ആ ഒരു സ്വാതന്ത്ര്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് എപ്പോഴും. പിന്നെ കലയ്ക്ക് അത്രയും ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ സ്വാതന്ത്ര്യത്തിനേക്കാൾ ഉപരി അതൊരു കടമയല്ലേ. ഏറ്റവും കൂടുതൽ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കലാരൂപമാണ് സിനിമ. ആ സിനിമ, എല്ലാ സിനിമയും സാരോപദേശ കഥയായിരിക്കണമെന്നോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അതിന് വേണമെന്നോ ഒന്നും നിർബന്ധമില്ല. പക്ഷെ നമ്മളൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് മാന്യമായിട്ടുള്ള, ന്യായമായിട്ടുള്ള ഒരു മെസ്സേജ് ആയിരിക്കണം. ചുരുങ്ങിയ പക്ഷം നമുക്കെങ്കിലും അത് ശരിയെന്ന് തോന്നണം എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ അങ്ങനെ അതും ഇതങ്ങനെ പറഞ്ഞല്ലോ, ഇതങ്ങനെ ഒരു സാരോപദേശം അങ്ങനത്തെ സിനിമയോ അല്ല. ഈ സിനിമയിൽ നമ്മൾ പറയുന്നതിൽ ഈ കഥാപാത്രത്തിന്റെ മാനസിക സംഘർഷങ്ങളും ഇയാൾ കാണുന്ന കാഴ്ചകളും അത് ഇയാളിൽ വരുന്ന മാറ്റങ്ങളും ഒക്കെ വെച്ച് നല്ലൊരു സിനിമയ്ക്കുള്ള സ്കോപ്പ് അതിനകത്ത് ഓൾറെഡി ഉണ്ട്. അപ്പൊ ആ സിനിമയ്ക്ക്, ആ സിനിമ കാണാനാണ് ഞങ്ങൾ നിങ്ങള് തിയേറ്ററിലേക്ക് ക്ഷണിക്കുന്നത്. ബാക്കിയെല്ലാം നിങ്ങളുടെ അസംഷൻസ് ആണ്. നിങ്ങൾക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലായി എന്നുള്ളത്, ഒരു സിനിമ കണ്ടിട്ട് രണ്ടർത്ഥത്തിൽ ആ സിനിമ മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ കാണുന്നവരുടെ മാനസികാവസ്ഥ അനുസരിച്ച് അവർക്ക് പലതരത്തിൽ ഈ സിനിമേനെ ഉൾക്കൊള്ളാൻ, അവരുടെ ഉൾക്കൊള്ളാനുള്ള കഴിവനുസരിച്ചിരിക്കും അത്. അപ്പോൾ ഈ സിനിമ ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ, നമ്മൾ എന്തായാലും ഇതുകൊണ്ട് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആൾക്കെതിരെ പോയിന്റ്, ആ ഏതെങ്കിലും വിരൽ ചൂണ്ടുകയാണെങ്കിൽ ആ വിരൽ എൻ്റെ അടക്കമുള്ള ആളുകളുടെ നേരെ ചൂണ്ടിക്കൊണ്ട് തന്നെയാണ് ഒരു ആശയം നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റുള്ളൂ. നമ്മളെല്ലാവരും പല രീതിയിൽ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മളെപ്പോഴും പക്ഷെ നമ്മുടെ മുകളിലേക്ക് മാത്രം നോക്കുള്ളൂ. നമ്മളെക്കാൾ പ്രിവിലേജ് ഉള്ളവരെ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുകയുള്ളൂ. നമ്മളെക്കാൾ പ്രിവിലേജ് കുറഞ്ഞവരും ഉണ്ടാവും. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഇങ്ങനെ ഒരു സിനിമ ചെയ്ത് ഇങ്ങനെ ഒരു ആശയം പറയാനായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ പറയുന്ന സിനിമയിൽ അങ്ങനെ ഒരു ആശയം കൂടെ കണ്ടുപോവുകയാണെങ്കിൽ അവരുടെ ഭാഗം കൂടെ ആൾക്കാർ കാണും എന്നുള്ളത് അത് ഭയങ്കര നല്ലൊരു കാര്യമല്ലേ. അതിന് വിമർശിക്കപ്പെടേണ്ടയോ അല്ലെങ്കിൽ അതിനങ്ങനെ ആക്രമിക്കപ്പെടേണ്ടയോ ഒരു ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ശരിക്കും താങ്കളുടെ അഭിപ്രായത്തിൽ ഇതൊരു ജനാധിപത്യം നടന്നാണോ, ജനങ്ങളുടെ മേലുള്ള ആധിപത്യമുള്ളതാണെന്നാണോ തോന്നുന്നത്? എന്നൊരു കാര്യം ചെയ്യും, ഇങ്ങോട്ട് വന്നിട്ട് മോന് പറയാനുള്ളത് എന്റെ വായിലേക്ക് കുത്തിയിട്ട് ഇങ്ങനെ എന്റെ ഉത്തരം നേരത്തെ ഗസ് ചെയ്ത് പറയേണ്ട കാര്യമില്ല. ചോദ്യങ്ങൾ ചോദിക്കാം. അല്ല, എന്റെ ഉത്തരം ഇതാണോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. അധികാരത്തിന്റെ പുറത്ത് എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് നമുക്ക് ചുറ്റും അറിയാം. കാരണം പല ഇൻസിഡൻസ് നടക്കുമ്പോൾ ആദ്യം ഒന്ന് വെളിയിൽ വരുമെങ്കിൽ പിന്നെ അതിന്റെ പുറത്ത് പല കാര്യങ്ങളും വന്നിട്ട് അത് മറയപ്പെടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അവിടെ എന്താണ് നടന്നതെന്നോ പിന്നെ എന്താണ് അവരുടെ ജീവിതമെന്നോ പലപ്പോഴും അറിയാറില്ല. അപ്പം ജനാധിപത്യം എന്ന് പറയുമെങ്കിലും പക്ഷേ ജനങ്ങളുടെ മേലുള്ള ആധിപത്യം വേണ്ട പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ സ്റ്റേറ്റ്മെന്റുകൾ പറയാം. ഇതല്ലേ ടോവിനോട് അഭിപ്രായം എന്ന് പറഞ്ഞിട്ട് ചോദിക്കരുത്. മനസ്സിലായോ? നിങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വിളിച്ച് പറയാം. എന്റെ അഭിപ്രായങ്ങൾ ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ലേ. അപ്പൊ ഇതല്ലേ ടോവിനോട് അഭിപ്രായം എന്ന് പറഞ്ഞാൽ ടോവിനോയ്ക്ക് പറയാതിരിക്കാൻ പറ്റുമോ? അങ്ങനെയൊക്കെ ചോദിക്കണം ഭയങ്കര മോശമാണ്. ബാവക്കാടാണ് ഇവിടെ ഒത്തിരി പ്രസ് മീറ്റുകളുണ്ട്. ഇങ്ങനെ ഒരു ആർട്ട് ഡയറക്ടറെ കൊണ്ട് ഇരുത്തി പ്രസ് മീറ്റ് പറയുമ്പോഴാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളതിനെ ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടി ഒരു സിനിമ ചെയ്യുകയോ അല്ലെങ്കിൽ ചെയ്യുന്ന എല്ലാ സിനിമകളിലും അങ്ങനെ ഒരു മെസ്സേജ് ഉണ്ടാവണം എന്ന് വാശി പിടിക്കാനോ പറ്റില്ല. ഇതൊരു ആർട്ട് ഫോമാണ്. ആർട്ടിസ്റ്റ് എങ്ങനെയാണ് അതിനെ കൺസീവ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചിട്ട് അതിനകത്ത് ഇപ്പോൾ അതിൻ്റെ സാരോപദേശം കൂടിയേ തീരൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിനകത്ത് ഒരിക്കലും കുത്തിക്കയറ്റാൻ പറ്റില്ല. അയച്ചു കയറ്റിയാൽ അത് കുഴച്ചിരിക്കും. ചില സിനിമകൾ എൻ്റർടൈൻമെൻറ്റ് മാത്രമായിരിക്കും അതിൻ്റെ പേർപ്പസ്. അതിനകത്ത് നമുക്ക് അതിൽ നിന്ന് ഉൾക്കാഴ്ചകൾ ഉണ്ടാവുന്നതൊക്കെ ഉണ്ടാവാം. ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടൊരു മീഡിയം ആയതുകൊണ്ട്. പക്ഷേ ഈ സിനിമയിൽ നമ്മൾ കഥ പറയാനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ഇതിൽ ഉൾക്കൊണ്ടിട്ടുള്ളത് കാരണം കൊണ്ട് അത് പരമാവധി നീതിപൂർണമായിട്ട് പറയണം എന്ന് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചിട്ടുമുണ്ട്. അതിനുവേണ്ടി തന്നെയാണ് ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അത് സിനിമ കാണുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് കൂടുതൽ ഏറ്റവും കൂടുതൽ സിനിമ കണ്ടിരിക്കുന്ന എഡിറ്റർ ആയിരിക്കും അല്ല? ഈ സിനിമ ഫുൾ ഫുട്ടേജ് കണ്ടിരിക്കുന്ന ഇദ്ദേഹമായിരിക്കും. ഞാനിത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് എല്ലാം തീർന്നതിന് ശേഷമാണ് അനുരാജ് കാണാൻ വരുന്നത് സിനിമ. ഇതിൽ ലാസ്റ്റ് ഒരു ടെയിലെൻഡിൽ വരുന്ന കുറച്ച് ഭാഗങ്ങൾ ഞാൻ എഡിറ്റിൽ കുറച്ച് ഷഫിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതുപോലെ തന്നെ 1-2 സീൻസ് ഇങ്ങനെ മാറിയിട്ടുണ്ട്. ഞാൻ ഇത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് അനുരാജ് കാണാൻ മുകളിലേക്ക് പോയി. ഞാൻ ഇരുന്നില്ല. അപ്പം ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ ഇവൻ കണ്ടിട്ട് വന്ന് തറക്കി തിരിച്ചു മാറ്റാം. അപ്പം ഞാൻ എന്തെങ്കിലും പറയാം എന്ന് വിചാരിച്ച് ഞാൻ അടിയിലിരിക്കുന്നു. അതേപോലെ തന്നെ ഇവനും അവനെന്തെങ്കിലും മാറ്റിയിട്ടുണ്ടായിരിക്കും, ഞാനത് തിരിച്ചു മാറ്റും എന്ന്
വിചാരിച്ച് ഇവനും പോകുന്നു. അങ്ങനെ ഇവൻ പടം കണ്ട് തിരിച്ചിറങ്ങി വന്നിട്ട് ഒന്നും സംസാരിക്കാതെ കുറച്ച് നേരം അവിടെ ഇരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് പണി പാളി. കുറച്ച് നേരം കഴിഞ്ഞ് പിന്നെ കണ്ണൊക്കെ നിറഞ്ഞു. സോ അതായിരുന്നു ഈ പടം. ഇപ്പോൾ എൻ്റെ അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്ന ആ സമയത്ത് അവൻ്റെ ഒരു റിയാക്ഷൻ അതായിരുന്നു. ഞങ്ങൾ ഒരുപാട് പേര് പടം കണ്ടു. പടം കണ്ട ആൾക്കാരുടെയൊക്കെ ഒരു പോയിന്റ് ഉണ്ട് ഇതിൽ. ആ ഏരിയയൊക്കെ എത്തുമ്പോൾ ആൾക്കാർക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെ തന്നെയായിരുന്നു ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത്. ഇത് നമ്മൾ 23-ാം തീയതി റിലീസ് ചെയ്യുന്ന ദിവസം തീരുമാനിക്കുന്ന കാര്യമല്ലല്ലോ ഈ സിനിമ. നമ്മളിപ്പോൾ കഴിഞ്ഞ ഞാൻ പറഞ്ഞ 4 വർഷമായി ഈ സിനിമ തിരക്കഥയാവുന്ന കാലം മുതൽ ഇങ്ങോട്ടുള്ള യാത്രയിൽ ടോവിയുണ്ട്. ഇതിലെ മോസ്റ്റ് ഓഫ് ടെക്നീഷ്യൻസും ഉണ്ട്, ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പം ഷമീർ ശരിക്കും ഈ സിനിമയുടെ പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ആളാണ്. മറ്റ് ചില സാങ്കേതിക കാരണങ്ങളാൽ മാറിയതാണ്. അപ്പോൾ ഒരാളെ അപകടപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ സിനിമ ചെയ്യുന്നതിന് അതിന് വാലിഡിറ്റി ഇല്ല ആക്ച്വലി. ഇപ്പം നിങ്ങളുടെ ചിന്തയിൽ ഓടുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷേ നമ്മൾക്ക് ഈ സിനിമ കൊണ്ട് ഏത് ഓഡിയൻസിലേക്ക് ഇതിനെ എത്തിക്കാൻ പറ്റും, അവരെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന എന്ത് എലമെൻറ്റ്സ് ഈ സിനിമയിൽ ആഡ് ചെയ്യാൻ പറ്റും എന്നത് മാത്രമേ നമുക്ക് ആലോചിക്കുന്നത്. സിനിമ ഒരു പ്രൊഡ്യൂസർ, ഇപ്പം ഇന്ത്യൻ സിനിമ കമ്പനി എന്നുള്ള പുതിയൊരു സിനിമ കമ്പനിയുടെ ഭാഗമായിട്ടാണ് സിനിമ മുന്നോട്ട് വരുന്നത്. ഷിയാസ് ടിപ്പു എന്ന് പറഞ്ഞ രണ്ട് പേരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ആത്യന്തികമായി ഇതൊരു കമ്മോഡിറ്റിയാണ്, ഒരു വിൽപ്പന ചരക്കാണ്. അപ്പോൾ അതിന് വിറ്റ് പോകണം, അതിന് അവർക്ക് പൈസ തിരിച്ചു കിട്ടണം എന്നതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ ആദ്യം ഓടുക. പിന്നെ വിവാദങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ, ഇപ്പോൾ ഏത് സിനിമയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൂ വിരിയുന്നതും ചന്ദ്രൻ അസ്തമിക്കുന്നതും സൂര്യൻ ഉദിക്കുന്നതും മാത്രം നമുക്ക് കാണിച്ചാൽ പോരല്ലോ. അത് ആർജവത്തോടു കൂടി അതിനെ ടേക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ടെക്നീഷ്യനും ആർട്ടിസ്റ്റുമാണ് നമ്മളെല്ലാവരും എന്ന് അവർക്കെല്ലാം തന്നെ സ്വയം ബോധ്യമുള്ള ആർട്ടിസ്റ്റാണ്. നിങ്ങൾക്കും ബോധ്യമുള്ളതാണ് ടോവിയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ തന്നെ ചർച്ച ചെയ്ത വിഷയം. അപ്പോൾ അതിൽ ഞാൻ മാത്രമല്ല എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. എസ്പെഷ്യലി നിങ്ങളത് പറഞ്ഞ പോലെ സംവിധായകർക്ക് എനിക്ക് കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്. ഞാൻ അതിനെ ആ രീതിയിൽ തന്നെ എടുക്കുന്നു എന്ന് പറയാം. ഈ ചർച്ചകൾക്കെല്ലാം അപ്പുറത്ത് ഈ സിനിമ ചർച്ചകൾക്കെല്ലാം അപ്പുറത്ത് വൈകുന്നേരം വീട്ടിലേക്ക് അരി, പഞ്ചസാര, മണ്ണെണ്ണയൊക്കെ മേടിച്ചോണ്ടിരാൻ പറയാനാണെങ്കിൽ സംവിധായകന്റെ ഭാര്യയാണ്, മാധ്യമപ്രവർത്തകയാണ് ചോദ്യം ചോദിക്കാൻ പോകുന്നത്. ഈ സിനിമ ഒന്ന് റിലീസായി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വിട്ടോളാം, അതുവരെ കുറച്ച് ദിവസം മിസ് ചെയ്യും. അതെ, അതെന്തായാലും വിടണം. എന്നാലും ഇപ്പോഴൊക്കെ വളരെ ചുരുക്കം മാത്രമേ കാണാറുള്ളൂ. ഈ ചർച്ചകൾക്കപ്പുറത്ത്, റെഫറൻസിനപ്പുറത്ത് ഈ സിനിമ തിയേറ്ററിൽ വരുമ്പോൾ ഒരു തിയേറ്റർ വാച്ച് സാധാരണ ജനങ്ങളോട് നിങ്ങൾ ആവശ്യപ്പെടുമ്പോൾ എന്തൊക്കെ ഘടകങ്ങളാണ് നിങ്ങൾ മുന്നോട്ട് വെക്കുക? എനിക്കുള്ള ഒരു 3 കാര്യങ്ങളിൽ ഒന്ന് ഇതൊരു ടോവി ചിത്രം എന്നുള്ളതാണ്. എന്താണ് നിങ്ങൾ വളരെ സിമ്പിളായി മുന്നോട്ട് വെക്കുന്ന മറ്റ് 2 കാര്യങ്ങൾ? അല്ല, ഇതിൽ ആദ്യം തന്നെ നമുക്കെല്ലാം അറിയുന്നത് പോലെ തന്നെ ഇതൊരു ടൊവിനോ സിനിമയാണ്. ടൊവിനെയാണ് നമ്മൾ ആദ്യം മുന്നോട്ട് വയ്ക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞാൽ നമ്മളൊരു നല്ലൊരു ചോക്ലേറ്റിൻ്റെ കവർ, പിന്നെ അകത്ത് നല്ല ചോക്ലേറ്റ് ആണെങ്കിൽ പുറത്ത് നന്നായിട്ട് കവർ ചെയ്താൽ മാത്രമേ അത് മാർക്കറ്റ് ചെയ്യപ്പെട്ടുള്ളൂ. അപ്പം ഇതിൽ ഞാൻ ഈ പറഞ്ഞ 14-15 വർഷമായി ഞാൻ കുറച്ച് സിനിമകൾ അസോസിയേറ്റ് ചെയ്തും എങ്ങനെ നല്ല സിനിമ ചെയ്യാം, എങ്ങനെ മോശം സിനിമ ചെയ്യാം എന്നുള്ള ലേണിംഗ് എൻ്റെ ഉള്ളിലുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആ കോൺഫിഡൻസ് വെച്ചിട്ട് എല്ലാവർക്കും, ഇപ്പം നേരത്തെ പറഞ്ഞ 2003 ജനിച്ച ഒരാൾക്ക്, ഇപ്പോൾ കൗമാരക്കാരനായിട്ടുള്ള ഒരു യുവാവാണ് അയാൾ നമ്മുടെ ഇനീഷ്യൽ ഓഡിയൻസിനെ സ്വാധീനിക്കുന്ന ഒരാളാണ്. അപ്പോൾ അയാൾക്ക് കൂടി എൻ്റർടൈൻഡ് ആവുന്ന തരത്തിൽ ഉള്ള ഒരു സിനിമയാവണം. മാത്രമല്ല ഇതിൽ വാണിജ്യപരമായ മറ്റു താല്പര്യം, നേരത്തെ പറഞ്ഞ പ്രൊഡ്യൂസറിന് കാശ് കിട്ടണം. ഈ 3 താല്പര്യങ്ങളാണ് അതിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനമായും. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്, ടൊവിയും സുരാജേട്ടനും ചേരൻ സാറും ഇതിൽ അഭിനയിച്ച മുഴുവൻ ആൾക്കാരും എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ അവരുടെ എഫേർട്ട് ആ സിനിമയിൽ കാണാനുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. സോറി, എന്ത് മൊമെന്റ്സ്? ഹൈലി മൊമെന്റ്സ്. ഒരു സീൻ ഞങ്ങൾക്കൊരു മലയാളം മുകളിലായിരുന്നു, അത് ഭയങ്കര ഹൈ മൊമെന്റ് ആയിരുന്നു. അല്ല, അങ്ങനെയല്ല, പുള്ളി നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആളാണ്. പുള്ളിയുടെ സിനിമകൾ ഞാനും നിങ്ങളും ഒക്കെ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഓട്ടോഗ്രാഫ് മുതലാണ് പുള്ളീനെ നമ്മൾ കൂടുതലായിട്ട് അറിയാൻ തുടങ്ങിയത്. അതിനുശേഷം ഞാൻ തമിഴ്നാട്ടിൽ പഠിച്ച കാരണം കൊണ്ട് ഞാൻ പുള്ളിയുടെ കുറേ സിനിമകൾ, പുള്ളി സംവിധാനം ചെയ്തിട്ടുള്ള സിനിമകളും പുള്ളി അഭിനയിച്ച സിനിമകളും ഒക്കെ ഞാൻ കണ്ടതിന് മുമ്പ് ഒരു 2022-23 സമയത്ത് ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കാനായിട്ട് അവസരം കിട്ടുമ്പോൾ അത് ഭയങ്കര അടിപൊളിയായിരുന്നു. ഞാൻ പുള്ളിയുടെ, എനിക്ക് ഏറ്റവും ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് പുള്ളിയുടെ റിയൽ ലൈഫ് ഒരു പുള്ളിയുടെ ശരിക്കുള്ള ജീവിതകഥ എന്ന് പറഞ്ഞാൽ, പുള്ളിയുടെ അച്ഛൻ ഒരു തിയേറ്റർ ഓപ്പറേറ്റർ ആയിരുന്നു, അമ്മ ഒരു സ്കൂൾ ടീച്ചറും. അപ്പോൾ പുള്ളി പറയുന്നത് പുള്ളിക്ക് ആ സിനിമയോടുള്ള ആ ഒരു അഭിനിവേശം തുടങ്ങുന്നത് അച്ഛനിൽ നിന്നാണ്. അപ്പോൾ ടൂറിൻ ടാക്കീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തിയേറ്റർ ഓപ്പറേറ്റർ ആയിരുന്നു. അവിടെ നിന്ന് പുള്ളി ചെന്നൈയിൽ വന്ന് അസിസ്റ്റന്റ് ഡയറക്ടറായി. അവിടെ നിന്ന് പുള്ളി
സിനിമയിൽ അഭിനയിക്കുന്ന, സിനിമകൾ സംവിധാനം ചെയ്യുന്ന ഒരാളായിട്ട് തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്തുണ്ടായിട്ടുള്ള പുള്ളിയുടെ വീട്ടുകാരുടെ ഒക്കെ ഒരു എക്സൈറ്റ്മെൻറ്റും ഒക്കെ പറയുമ്പോൾ എനിക്ക് ഓർമ്മ പോകുന്നത് നമ്മുടെ സിനിമ പാരഡൈസ് എന്നുള്ള സിനിമയാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയായിരുന്നു. അതുപോലെ പുള്ളി ഞങ്ങളങ്ങനെ കുറേ സിനിമാ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഇത് പ്രിയമതയോട് ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. പ്രിയമതയോട് ഞാൻ സിനിമയിലേക്ക് വരുന്നതിന് മുന്നേ അത്രയധികം ഫോളോ ചെയ്ത വർക്ക് വൺ ഓഫ് ദി ആക്ടേഴ്സ് ടൊവിനോ തന്നെയാണ്. ആൻഡ് എനിക്ക് വളരെയധികം ആരാധനയുള്ള ഒരു ആക്ടറാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സിനോട് ആക്ട് ചെയ്യുമ്പോൾ എനിക്കത് ഭയങ്കര ബെനിഫിഷ്യലാണ്. ആൻഡ് മിന്നൽ വള ഇത്രയും ഹിറ്റായതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഇപ്പം എവിടെ പോയാലും ഞാൻ ഈ പാട്ട് കേൾക്കാറുണ്ട്. ഇന്ന് രാവിലെ തന്നെ ഞാൻ ഒരു സ്ഥലത്ത് പോയപ്പോൾ ഈ പാട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. ഏത് ക്യാബിൽ കയറിയാലും ഇപ്പോൾ ഈ പാട്ടാണ്. സോ അതെനിക്കൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആട്ടോ. സോ അത് ഞാൻ വളരെയധികം ഹാപ്പിയാണ്. ഇങ്ങനെ സബ്ജക്റ്റ് കേട്ടപ്പോൾ ഫസ്റ്റ് മൈൻഡിൽ വന്നത് എന്തായിരുന്നു? ഇങ്ങനെ സബ്ജക്റ്റ് കേട്ടപ്പോൾ ഫസ്റ്റ് മൈൻഡിൽ വന്നത് എന്തായിരുന്നു? മൈൻഡിൽ വന്നത്, ഇതിപ്പോൾ ഞാൻ ഈ പടത്തിൽ ഇല്ലായിരുന്നെങ്കിൽ, ഞാൻ ജസ്റ്റ് ആസ് എൻ ഓഡിയൻ്റ് ആണ് ഈ പടം കാണുന്നുണ്ടായിരുന്നെങ്കിൽ, എനിക്ക് ഡെഫിനറ്റ്ലി തോന്നിയാൽ എന്തെങ്കിലും എനിക്ക് ഇങ്ങനത്തെ ഒരു പടത്തിൽ ഒരു ഭാഗമായാൽ നല്ലതായിരുന്നു എന്ന് തോന്നിയേനെ. അപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ്. ഇത്രയും അടിപൊളിയും ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പടത്തിൽ ഞാനൊരു ഭാഗമാണ്. അല്ല, അത് ഞാനും അനുരാജും തമ്മിൽ 2014 സെവൻത്തിൽ ചെയ്യുന്ന സമയം മുതലുള്ള സൗഹൃദമുണ്ട്. അപ്പോൾ ആ സമയത്ത് തൊട്ട് നമ്മളിങ്ങനെ കഥകൾ ഡിസ്കസ് ചെയ്യലും അങ്ങനത്തെ നിരന്തരമായിട്ട് ഉണ്ടായിക്കൊണ്ടിരുന്നതാണ്. അങ്ങനെ ഇഷ്ടം നമ്മൾ ചെയ്യാം എന്നുള്ളൊരു പ്ലാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞാനന്ന് ചെയ്യാനിരുന്നത്, ഞാൻ ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്ന സിനിമകളുടെ ഡേറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തന്നെയാണ് അനുരാജിനോട് പറഞ്ഞത്, അനുരാജ് വെയിറ്റ് ചെയ്യണ്ട, ഒരുപാട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഐഡിയ നമ്മൾ സിനിമയാക്കാനായിട്ട് ആഗ്രഹിച്ചിട്ട് ഒരുപാട് വെയിറ്റ് ചെയ്ത്, അതേ സിമിലർ ഐഡിയാസ്, പ്രത്യേകിച്ച് ഇഷ്കല ഐഡിയ ഒക്കെ ഭയങ്കര യുണീക്ക് ഐഡിയ ആയിരുന്നു. അത് വേറെ വന്ന് ആ സിനിമ വേറെ ആരെങ്കിലും ചെയ്ത് പോയി കഴിഞ്ഞിട്ട് അനുരാജ് ഇത് അന്ന് തന്നെ എടുത്താൽ മതിയായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്നതിനേക്കാളും നല്ലത് ആസ് എ ഫ്രണ്ട് എനിക്കും വേണ്ടിയിരുന്നതെന്ന് പറഞ്ഞാൽ അനുരാജ് ഞാൻ പേരം ചെയ്യുന്ന സമയത്ത് ജിതിൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട്, വെയിറ്റ് ചെയ്യല്ലേ, നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്യും, അല്ലെങ്കിൽ ഈ സിനിമ തന്നെ വേറെ ആളെ വെച്ച് ചെയ്തോ എന്നൊക്കെ പറയുന്ന ആളാണ് ഞാൻ. കാര്യം വെച്ചാൽ എനിക്ക് ഭയങ്കര പ്രഷറാണ് എൻ്റെ കൂട്ടുകാർ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന സമയത്ത്. അങ്ങനെ അനുരാജ് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചെയ്താലോ, ഇങ്ങനെ ഒരു ഓപ്ഷൻ നോക്കിയാലോ എന്ന് പറയുമ്പോൾ ഞാൻ തന്നെയാണ് അതിൻ്റെ ട്രെയിലറും ടീസറും ഒക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അനുരാജിൻ്റെ പടം എന്ന് പറഞ്ഞാൽ എൻ്റെ പടം പോലെ തന്നെയാണ്. അതിനകത്ത് ഞാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ഷെയ്ൻ നിഗം ചെയ്തു, അത് ഗംഭീരമായിട്ട് ചെയ്തു. ആ സിനിമ ഇവിടെ നന്നായിട്ട് ചർച്ച ചെയ്യപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമയായി. അത് എല്ലാ നല്ല സിനിമയും ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ അതുകൊണ്ടാണല്ലോ അനുരാജ് എനിക്ക് മറ്റൊരു സിനിമയുമായിട്ട് ഞങ്ങളിപ്പോൾ ഒന്നിക്കുന്നത്. അനുരാജ് അതൊരു പുതിയ പ്രൊഡക്ഷൻ കമ്പനിയാണ്. അപ്പോൾ ഒരു ടൊവിനോ സിനിമ ചെയ്യുന്നതിനപ്പുറം എന്തായിരിക്കും അവരെ ഇതിൽ എക്സൈറ്റ് ചെയ്ത അവർക്കൊരു ഇത് കമ്മിറ്റ് ചെയ്യാനുള്ള ട്രിഗർ എന്തായിരുന്നു? ഒരു ഡയറക്ടർക്ക് എന്താ തോന്നുന്നു? അല്ല, ഈ സിനിമ ചെയ്തെടുക്കാൻ കുറച്ച് അധികം ടാസ്ക് ഉള്ള നടൻ എന്ന ആൾക്ക് കുറച്ച് പ്രിപ്പറേഷൻസ്, പിന്നെ അതിൻ്റെതായ തയ്യാറെടുപ്പുകളും അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും തൊട്ടടുത്ത് നിൽക്കുന്ന ആളെന്ന നിലക്ക് മാത്രമല്ല ടൊവിയെ സമീപിക്കുന്നത്. ടൊവിയിലെ നടനെ ഞാൻ പല തവണ പറഞ്ഞതാണ്, ഇപ്പോൾ ഇതിൽ തന്നെ പറഞ്ഞു, നമ്മൾ ടൊവി എന്നുള്ള നടനെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. സുഹൃത്തിനപ്പുറത്ത് ടൊവി പല സിനിമകളും നമ്മൾ വിസ്മയിപ്പിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ പയ്യന്നൂർ ശാന്തി തിയേറ്ററിലാണ് ഞാൻ മായാനദി സിനിമ കാണുന്നത്. പയ്യന്നൂർ ശാന്തി തിയേറ്ററിൽ നിന്ന് ശരിക്കും ബസ് സ്റ്റാൻഡിലേക്ക് പയ്യന്നൂരുള്ളവർക്കറിയാം, കുറേ നടക്കാറുണ്ട്, 5-6 കിലോമീറ്റർ നടക്കാറുണ്ട്. ഞാൻ ആ ഫോൺ മുഴുവൻ നമ്മൾ ആ സിനിമയെ കുറിച്ച് ചർച്ച ചെയ്ത് പെരുമ്പ പാലം കീറി നടന്ന് സ്റ്റാൻഡ് വരെ ഞാൻ ടൊവിയോട് സംസാരിച്ച എനിക്ക് ഓർമ്മയുണ്ട്. നട്ടപ്പതിരൊക്കെയാണ്. അപ്പോൾ അത് നമ്മൾക്കുള്ളിലെ സ്നേഹത്തിൻ്റെ വലിപ്പമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഈ സിനിമ നമ്മൾ ആദ്യം ആലോചിക്കുന്ന സമയത്ത് ടൊവി എന്നുള്ളതാണ് നമ്മുടെ മനസ്സിൽ ആദ്യമായി വന്നത്. അതിൻ്റെ ഉത്തരമാണ് 23-ാം തീയതി നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടേണ്ടത്. അത് ഞാനിവിടുന്ന് അല്ലെങ്കിൽ ടൊവി ഇവിടുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് കിട്ടേണ്ട വളരെ എൻഗേജിങ് ആയിട്ടുള്ള, വളരെ ത്രില്ലിംഗ് മൊമെന്റ്സ് ഉള്ള, ഇമോഷണലി കണക്റ്റ് ആവുന്ന നൂലുള്ള സിനിമയാണത്. അത് ടൊവി തന്നെയാണത് ഏറ്റവും ബെസ്റ്റ്. പിന്നെ പ്രൊഡ്യൂസർമാരെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ, പ്രൊഡ്യൂസർമാർക്ക് ഈ സിനിമ ചെയ്യാനായിട്ട് ഈ സിനിമയുടെ കഥയും ഇതിനകത്തുള്ള നമ്മളെ എല്ലാവരുടെയും ആത്മാർത്ഥതയും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ടിപ്പുവും ഷിയാസ്കയും. ഇവർ രണ്ടുപേരും അവരുടെ ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ എനിക്കും തോന്നിയതെന്ന് വെച്ചാൽ ഇവർക്ക് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കഥ അട്രാക്റ്റഡ് ആയി തോന്നിയത് കൊണ്ടും അതുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയത് കൊണ്ട് തന്നെ ആയിരിക്കണം അവരുടെ ആദ്യത്തെ സിനിമയായിട്ട് ഈ സിനിമ തന്നെ ഇവർ തീരുമാനിക്കുന്നത്. സിനിമ തുടങ്ങി പിന്നെന്താ വെച്ചാൽ അവർക്കും കിട്ടിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ അവരെ പറ്റിക്കണമെന്നോ
അല്ലെങ്കിൽ അവരെ എന്താ പറയുക അവരെ വെച്ചൊരു സിനിമ ചെയ്ത് മുക്കിക്കളയാമെന്നോ അങ്ങനെയൊന്നും ചിന്തിക്കുന്ന ഒരാൾ പോലും ഈ സിനിമയുടെ ഒരു ഡിപ്പാർട്ട്മെന്റിലും വർക്ക് ചെയ്തിട്ടില്ല എന്നുള്ളത് അവരുടെയും ഭാഗ്യമാണ്. അപ്പോൾ ഒരു മ്യൂച്വലി ഞങ്ങൾ തമ്മിൽ അത് കാരണം കൊണ്ട് തന്നെ ഭയങ്കര നല്ല അടുപ്പമുണ്ട്. അവരുടെ ആദ്യത്തെ സിനിമ അവർ ചെയ്യുന്നു, അത് അവർ ഏതെങ്കിലും ഒരു പോയിന്റിൽ പ്രൊഡക്ഷന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു വീഴ്ച വന്നിട്ട് പക്ഷേ ഇത് അങ്ങനെ ആയില്ലല്ലോ എന്ന് പറയാനുള്ള ഒരു അവസരം പോലും ഇന്ത്യൻ സിനിമാ കമ്പനി അവരുടെ ആദ്യത്തെ പ്രൊഡക്ഷനിൽ ഉണ്ടാക്കിയിട്ടുമില്ല. ഇപ്പോഴും ഈ ദിവസം ആണെങ്കിലും ദിവസേന ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഇനി നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ, അവരും ചോദിക്കുന്നത് ഇനി നമ്മൾ എന്തെങ്കിലും ചെയ്യാനുണ്ടോ, കാരണം ഇല്ല സിനിമ നമ്മൾ നല്ല വൃത്തിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്, ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് പ്രേക്ഷകർക്കാണ് എന്ന ഡിസ്കഷനിലാണ് ഞങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ അത്രയും സാധാരണ നമുക്ക് എല്ലാ സിനിമയിലും ആരെങ്കിലും ഒരാളുണ്ടാവും ഒരു കോമൺ എനിമി, പക്ഷെ ഇവിടെ അങ്ങനെയും ഉണ്ടായില്ല. എല്ലാവരും തമ്മിൽ ഭയങ്കര സൗഹൃദമായിരുന്നു. എപ്പോഴും ഈ പ്രൊഡ്യൂസറും ഡയറക്ടറും തമ്മിലുണ്ടാവുന്ന കോൺഫ്ലിക്റ്റുകളാണെങ്കിൽ പോലും ഇവരൊരേ നാട്ടുകാരാണ്. പ്രൊഡ്യൂസർ ടിപ്പും അനുരാജും ഒരേ നാട്ടുകാരാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എടാപോടാ ബന്ധത്തിൽ നിന്നുകൊണ്ട് ഒരാൾ പ്രൊഡ്യൂസറും ഒരാൾ ഡയറക്ടറാവുന്ന സമയത്ത് ടിപ്പുവിൻ്റെ ₹1 പോലും അനാവശ്യമായിട്ട് ചിലവാകരുത് എന്ന് അനുരാജ് ചിന്തിക്കുമ്പോൾ അനുരാജ് ആഗ്രഹിച്ചതിനേക്കാൾ ഒരു പടി പോലും താഴെ പോകരുത് സിനിമ എന്ന് ടിപ്പുവും മനസ്സിലാക്കി അങ്ങനെ ചിന്തിക്കുമ്പോൾ ഉണ്ടാവുന്ന അങ്ങനത്തെ ഒരു ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം ഈ സിനിമയിൽ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു.